ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 235. കാരാഗ്രഹ ലേഖനങ്ങളിലൂടെ നാം മുന്നോട്ട് പോവുകയാണ്. മറ്റൊരു ലേഖനമാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം. എഴുത്തുകാരനും വായനക്കാരനും തമ്മിൽ നേരിട്ടുള്ള ഒരു അറിവില്ലായിരുന്നു എന്നാണ് ഈ കത്തിലെ സൂചന. അവരുടെ വിശ്വാസം, സ്നേഹം എന്നിവയെപ്പറ്റി പൗലോസ് കേൾക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. കാണുക എഫേസ്യർ 1:15. അതുപോലെ തന്നെ പൗലോസിന് വെളിപ്പാടിനാൽ ഒരു ദൈവിക മർമ്മം വെളിപ്പെട്ടു വന്നു എന്ന് അവരും കേൾക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നേരിട്ട് പൗലോസിൽ നിന്ന് അറിഞ്ഞിട്ടില്ല എന്ന് ചുരുക്കം. എഫേസ്യർ 3:3. അതേസമയം ഈ ലേഖനം വായനക്കാരുടെ ഒരു കൂട്ടത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പൗലോസ് എഴുതിയതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന പൗലോസ് അഭ്യർത്ഥിക്കുന്നുണ്ട്. കൂടാതെ തിഹിക്കോസ് അവരെയൊക്കെ കാണുകയും പൗലോസിൻ്റെ കാര്യങ്ങളൊക്കെ അവരെ അറിയിക്കുകയും ചെയ്യും. ഇതിൻ്റെ അർത്ഥം ഈ ലേഖനം ഒരു പ്രദേശത്തെ വിവിധ സ്ഥലം സഭകൾക്ക് വേണ്ടി എഴുതിയതായിരിക്കും എന്നുള്ളതാണ്. ഈ കാര്യം സ്ഥിരീകരിക്കുന്നതാണ് ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം തന്നെ. കൊലോസ്യർക്കുള്ള ലേഖനം എഴുതിയപ്പോൾ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ: നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവോദിക്ക സഭയിൽ കൂടി വായിപ്പിക്കുകയും ലവോദിക്കിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കുവിൻ എന്നാണ് അവിടെ 4:16 നാം കണ്ടത്. ലവോദിക്കർക്കുള്ള ലേഖനം എന്നല്ല, ലവോദിക്കിൽ നിന്നുള്ള ലേഖനമാണ് കൊലോസ്യക്കാർ വായിക്കേണ്ടത്. എന്ന് വെച്ചാൽ ലവോദിക്കയിലേക്ക് അയച്ചിരിക്കുന്ന ലേഖനം അവർക്ക് മാത്രമായി എഴുതിയതല്ല, അതൊരു സർക്കുലർ ലെറ്റർ തന്നെയായിരുന്നു. തിഹിക്കോസ് അത് ലവോദിക്കയിൽ എത്തിക്കുന്നതാണ് നാം കണ്ടത്. അത് നിങ്ങളും വായിക്കണമെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ലേഖനങ്ങളുടെ റാണി എന്നാണ് എഫേസ്യ ലേഖനത്തെ വിളിക്കുന്നത്. പൗലോസിൻ്റെ 4 കാരാഗ്രഹ ലേഖനങ്ങളിൽ 1-ാമത്തേതാണ് ഇത്. തൻ്റെ 2-ാമത്തെ മിഷണറി യാത്രയിലാണ് എഫെസോസ് സഭ രൂപം കൊണ്ടത്. 3-ാമത്തെ മിഷണറി യാത്രയിൽ ഈ പട്ടണത്തിൽ 3 സംവത്സരക്കാലം താൻ താമസിച്ച് പ്രവർത്തിച്ചതായി അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിലും 20-ാം അധ്യായത്തിലും നമ്മൾ കണ്ടു. ഇവിടെ നിന്നാണ് കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനവും അന്ന് എഴുതുന്നത്. ഫെസ്തോസിൻ്റെ മുമ്പാകെയുള്ള പ്രതിവാദവേളയിൽ പൗലോസ് കൈസരെ അഭയം ചൊല്ലുകയാൽ റോമിലേക്ക് തടവുകാരൻ എന്ന നിലയിൽ കൊണ്ടുപോകപ്പെട്ടു. നാം അതൊക്കെയും മുൻപ് കണ്ടു. ഇങ്ങനെ ഈ റോമിൽ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. AD 60 റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതിയ ഈ ലേഖനം തിഹിക്കോസ് വശമാണ് എഫെസോസിൽ എത്തിക്കുന്നത്. യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും ക്രിസ്തു യേശുവിൽ വിശ്വസിച്ച പുതിയ മാനവികതയായ ക്രിസ്തുവിൻ്റെ ശരീരമായ വിശ്വാസിയുടെ ഉന്നത സ്ഥാനമാണ് ഈ ലേഖനത്തിൻ്റെ പ്രധാന വിഷയം. ഇതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അവ കൃപയാൽ വിശ്വാസിക്ക് ലഭിക്കുന്ന അത്യുന്നതമായ പദവി, മറ്റൊന്ന് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെക്കുറിച്ചുള്ള സത്യം, 3-ാമത്തേത് വിശ്വാസിയുടെ ഉന്നത പദവിക്കനുസൃതമായ ഒരു ജീവിതം. ഇങ്ങനെ ഈ പ്രധാന 3 വിഷയങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എഫെസ്യ ലേഖനവും പഴയ നിയമത്തിലെ യോശുവയുടെ പുസ്തകവും തമ്മിൽ ആത്മീകമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ വാഗ്ദത്ത നാടായ കനാനിലെ അനുഗ്രഹങ്ങൾക്ക് തുല്യമാണ് വിശ്വാസിയുടെ ആത്മീക അനുഗ്രഹങ്ങൾ. രണ്ടിടത്തും പോരാട്ടമുണ്ട്, ചിലപ്പോൾ തോൽവിയുമുണ്ട്, അതേസമയം വിജയവുമുണ്ട്, വിശ്രമവുമുണ്ട്, കൈയവകാശവും ഇതിൽ കാണുന്നുണ്ട്. പൗലോസിൻ്റെ 4 കാരാഗ്രഹ ലേഖനങ്ങളും, അതായത് എഫെസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലമോൻ എന്നിവ 60-62 AD കാലഘട്ടങ്ങളിലാണ് എഴുതിയെന്ന് ഓർപ്പിച്ചല്ലോ. പ്രാചീന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ ഡയാനാദേവിയുടെ, അതായത് അർത്തമിസ് മഹാദേവി, അതിമനോഹരമായ ഒരു ക്ഷേത്രം എഫെസോസ് നഗരത്തിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. മന്ത്രവാദത്തിൻ്റെയും വിഗ്രഹാരാധനയുടെയും കേന്ദ്രമായിരുന്ന ഈ സ്ഥലത്ത് പൗലോസ് ഏകദേശം 3 വർഷം താമസിച്ച് സുവിശേഷ പ്രചരണം നടത്തുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് എഫെസോസിലും സമീപ പ്രദേശങ്ങളിലുമായി അനേകം സ്ഥലം സഭകൾ രൂപീകരിക്കപ്പെട്ടു. അവിടെയുള്ള 7 സഭകൾക്കാണ് യോഹന്നാൻ അപ്പോസ്തലൻ മൂലം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന 7 സഭകൾക്ക് കർത്താവ് സന്ദേശം അയച്ചത്. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ സ്വഭാവം വിശദീകരിക്കുക എന്നതാണ് ഈ ലേഖനത്തിൻ്റെ ലക്ഷ്യം. മാത്രമല്ല, സഭയാകുന്ന ശരീരത്തിൻ്റെ തല എന്ന നിലയിലാണ് ക്രിസ്തുവിനെ ഇതിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്.